വെയിലൊക്കെ അല്ലേ, ചൂടൊക്കെ അല്ലേ, ശരീരം ചുട്ടു പൊള്ളുവാണ്, വിയർത്തൊഴുകുവാണ്. ഐസ്ക്രീം വണ്ടിയുടെ ബെല്ലടി ശബ്ദം കേട്ടപ്പോൾ തന്നെ പണ്ട് കാലങ്ങളിൽ ഐസ്ക്രീം വാങ്ങിയ കഥകളൊക്കെ ഇങ്ങ് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം ചേട്ടൻ വന്ന വഴി തന്നെ ചേട്ടൻ കൈ കാണിച്ച് നിർത്തി. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ചേട്ടൻ ഇങ്ങനെ വാങ്ങുമെന്നൊന്നും നമ്മൾ ഓർത്തില്ല കേട്ടോ. അപ്പോൾ അമ്മച്ചിക്കും ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് അമ്മച്ചി ഓടിച്ചാടി അകത്തുനിന്ന് ഇറങ്ങി വന്നു. അമ്മച്ചിക്ക് ഐസ്ക്രീം കൊടുത്തു. ഞാൻ ചോക്കോബാറാണ് വാങ്ങിയത്. ചേട്ടൻ സേമിയ ഐസ് അതാണ് വാങ്ങിയത്. അപ്പോൾ പല ടേസ്റ്റുകളിൽ പല വെറൈറ്റി രുചികളിലൊക്കെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ആൻസൂട്ടന് ഈ പിസ്ത സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. അത് തന്നെയാണ് അമ്മച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തത്. ആൻസൂട്ടനെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഐസ്ക്രീം അങ്ങനെ പപ്പ വാങ്ങിച്ചു തരുമെന്നുമിട്ട് നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ കടയിൽ നിന്ന് ലാസയുടെ ഒക്കെ വലിയ ബോട്ടിലൊക്കെയാണ് പൊതുവേ വാങ്ങി വെക്കാറ്, അതാണ് കഴിക്കാറ്. പക്ഷേ ഈ ഒരു രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് വന്ന് കിട്ടുന്ന ഐസ്ക്രീം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ നാട്ടിൽ ഐസ്ക്രീം കുഞ്ഞെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനിങ്ങനെ ഐസ്ക്രീമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഓടിപ്പോയി എവിടെന്നെങ്കിലും 1 രൂപ 2 രൂപയൊക്കെ തപ്പി കണ്ടുപിടിച്ച് എടുത്ത് വെച്ചേക്കും. എന്നിട്ട് വണ്ടി വരുമ്പോഴത്തേക്കും വണ്ടിയുടെ പുറകെ ഓടിപ്പോകും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സൈക്കിളിൽ ഐസ്ക്രീം കൊണ്ടുവന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്കൂട്ടറിലൊക്കെ ആയി. ഐസ്ക്രീമിനും മീൻവണ്ടിക്കൊക്കെ തന്നെയായിട്ട് M8 വണ്ടി ഉണ്ടല്ലോ, അപ്പം അതിനകത്തായിരുന്നു ഐസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ പറഞ്ഞ് ഈ ചൂടത്ത് ഈ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മധുരം പകർന്നിരിക്കാനായിട്ട് അതും ഒരു രസമായിരുന്നു. ജീവിതത്തിലെ ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളും അങ്ങ് ആസ്വദിച്ചു.